ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയങ്ങൾ നേടിയത് ആയുധങ്ങൾ കൊണ്ടുള്ള കലാപത്തിലൂടെയല്ല, സായുധ സമരത്തിലൂടെയല്ല. ലോകത്ത് വിജയിക്കുന്ന ഏറ്റവും വലിയ സമരം ഗാന്ധിജി കാണിച്ചു തന്ന അഹിംസ സമരമാണെന്ന് വീണ്ടും വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ തെളിയിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയവും അധികാര ശക്തിയും നിലനിൽക്കുന്ന ഈ കാലത്ത് ഗാന്ധിജിയുടെ അഹിംസാ സമരങ്ങൾ, അക്രമരഹിതമായ സമരങ്ങൾ വിജയിക്കുമോ എന്ന ചോദ്യം പലപ്പോഴും ഉയർന്നു കേട്ടിരുന്നു. ഗാന്ധിജി കാണിച്ചു തന്ന ചെറുത്തുനിൽപ്പിന്റെ പോരാട്ടത്തിന് ഇക്കാലത്ത് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ എന്ന് പലരും ആലോചിക്കുന്ന ഘട്ടത്തിലാണ് അധികാരത്തിന്റെ എല്ലാ ശക്തികൾക്കുമെതിരെ ഗാന്ധിജിയുടെ സഹനത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും ആ സമരം വിജയിപ്പിക്കാൻ കഴിയുമെന്നാണ് വിദ്യാർത്ഥികൾ തെളിയിച്ചിരിക്കുന്നത്. ലാത്തി ചാർജ്, അറസ്റ്റുകൾ, ഭീഷണികൾ എല്ലാം അവർ അതിജീവിച്ചു. സമാധാനപരമായി പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള അമിതാധികാര പ്രയോഗം ഇന്ത്യ ചോദ്യം ചെയ്തു, സുപ്രീം കോടതി ചോദ്യം ചെയ്തു. സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്കെതിരെ ഇത്രയും വലിയ ശക്തി പ്രയോഗം നടത്തുന്നത് സർക്കാർ എങ്ങനെ ന്യായീകരിക്കും എന്ന ചോദ്യമുയർന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗാന്ധിജിയും ഇതേ സമരമാർഗം തന്നെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ സ്വീകരിച്ചത്. കേന്ദ്ര ഗവൺമെന്റ് കാണിച്ച അതേ തെറ്റ് തന്നെയായിരുന്നു അന്ന് ബ്രിട്ടീഷുകാർ ഗാന്ധിജിയോട് കാണിച്ചത്. 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിന്റെ കവാടം തുറക്കുന്നു. മുന്നിൽ നടക്കുന്നത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അദ്ദേഹത്തോടൊപ്പം കേവലം 78 സന്നദ്ധ പ്രവർത്തകർ. അവരുടെ കൈകളിൽ തോക്കുകളില്ല, വാളുകളില്ല, പ്രതികാരത്തിനുള്ള മുദ്രാവാക്യങ്ങളില്ല. ബ്രിട്ടീഷ് ഭരണകൂടത്തെ ബലപ്രയോഗത്തിലൂടെ അട്ടിമറിക്കാനുള്ള പദ്ധതികളും അവരുടെ കൈവശമില്ല. ചെറുത്തുനിൽപ്പിന്റെ അഹിംസയുടെ വജ്രായുധമേന്തിയായിരുന്നു അവർ ആ മാർച്ച് നടത്തിയത്. അടുത്ത 24 ദിവസങ്ങളിൽ അവർ ഏകദേശം 390 കിലോമീറ്റർ നടന്നു. ഗ്രാമങ്ങൾ കടന്ന് പൊടിപടലങ്ങൾ നിറഞ്ഞ വഴികളിലൂടെ ആയിരക്കണക്കിന് ജനങ്ങളുടെ പ്രതീക്ഷകളുമായി അവർ അവസാനമെത്തിയത് ഗുജറാത്തിലെ ഒരു തീരഗ്രാമമായ ദണ്ഡിയിലായിരുന്നു. 1930 ഏപ്രിൽ 6 ഗാന്ധി കടൽ തീരത്ത് കുനിഞ്ഞു. ഒരു പിടി ഉപ്പ് കയ്യിലെടുത്തു. ആ നിമിഷം ബ്രിട്ടീഷുകാരുടെ ഉപ്പ് നിയമം ലംഘിക്കപ്പെട്ടു. പലർക്കും അത് ചെറിയ പ്രതീകാത്മക പ്രവർത്തനമായി തോന്നി. യഥാർത്ഥത്തിൽ അതായിരുന്നു ചരിത്രത്തിലെ ആധുനിക യുഗത്തിലെ ചെറുത്തുനിൽപ്പിന്റെ നോൺ ഒബീഡിയൻസ് എന്ന് പറയുന്ന സിവിൽ സ്ഥാനത്തിന്റെ തുടക്കം. ആദ്യം ബ്രിട്ടീഷുകാർ ആ സമരത്തെ പരിഹസിച്ചു തള്ളി. വെറും കുറച്ചാളുകൾ, അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തിയായ ബ്രിട്ടന് ആയുധങ്ങൾ ഇല്ലാത്ത ഈ മനുഷ്യൻ എങ്ങനെ ഭീഷണിയാകും? ഇതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ചിന്ത. ആയിരങ്ങൾ, ലക്ഷങ്ങൾ ഗാന്ധിജിക്ക് പിന്നിൽ അണിനിരന്നു. അവരെല്ലാവരും ഈ മൂവ്മെന്റിന്റെ, ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ചേർന്നു. നിയമ ലംഘന സമരത്തിലൂടെയാണ് ഗാന്ധിജി ചെറുത്തുനിൽപ്പിന്റെ പോരാട്ടം ആരംഭിക്കുന്നത്. അപ്പോഴാണ് ബ്രിട്ടീഷുകാർ യഥാർത്ഥത്തിൽ ഒരു സത്യം തിരിച്ചറിയുന്നത്. നിയമങ്ങൾക്ക് ആളുകളെ ജയിലിലടക്കാം, ലാത്തികൾക്ക് എല്ലുകളെ തകർക്കാം, വെടിയുണ്ടകൾക്ക് ജീവനെടുക്കാം. എന്നാൽ സ്വമേധയാ കഷ്ടപ്പാടുകൾ ഏറ്റുവാങ്ങുന്ന തിരിച്ചടിക്കാത്ത മനുഷ്യരുടെ മനസ്സിനെ ആർക്കും കീഴടക്കാൻ കഴിയില്ല. അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ തോൽവി ആരംഭിക്കുന്നത്. ഉപ്പു സത്യാഗ്രഹം ശക്തി പ്രാപിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ ഗാന്ധിജിയെ ജയിലിലടച്ചു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി പ്രസ്ഥാനത്തിന്റെ മൂവ്മെന്റുകൾ ഇല്ലാതാകുമെന്നാണ് ബ്രിട്ടീഷുകാർ കരുതിയത്. അല്പ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആളുകൾ കൂട്ടം കൂട്ടമായി ദരസാനയിൽ എത്തിച്ചേർന്നു. അവർക്കറിയാം പോലീസിന്റെ ആക്രമണമുണ്ടാകും, ലാത്തി ചാർജ് ഉണ്ടാകും. എന്നാൽ ആളുകളെ അതൊന്നും പിന്തിരിപ്പിച്ചില്ല. അവർ ശക്തമായി മുമ്പോട്ട് പോയി. ലാത്തി ചാർജ് കൊണ്ട് ആ ജനതയെ തോൽപ്പിക്കാൻ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചില്ല. പലർക്കും പരിക്കുപറ്റി, അടിയേറ്റു, ശക്തമായ മർദ്ദനമുറകൾ ഏറ്റുവാങ്ങി. അഹിംസയെ
ലാത്തികൾ കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവാണ് ബ്രിട്ടീഷുകാർക്ക് ആ സമരം നൽകിയത്. സത്യാഗ്രഹത്തിൻ്റെ വ്യാപനം ലോകത്ത് വലിയ ചർച്ചയായി, പത്രങ്ങളിൽ വാർത്തയായി. പിന്നീടാണ് ബ്രിട്ടീഷുകാർ ചർച്ചകൾക്ക് തയ്യാറാകുന്നത്. ഈ സമരത്തെ ലാത്തി കൊണ്ടും അറസ്റ്റ് കൊണ്ടും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന ബോധ്യത്തിലേക്ക് ബ്രിട്ടീഷുകാർ എത്തി. 1 വർഷം തികയുന്നതിന് മുമ്പ് ജയിലിലടച്ച അതേ ഗാന്ധിജിയുമായി ബ്രിട്ടീഷുകാർ ചർച്ചയ്ക്കും സംവാദത്തിനും തയ്യാറായി. 1 വർഷം തികയുന്നതിന് മുമ്പ് ഒരിക്കൽ ജയിലിലടച്ച അതേ മനുഷ്യനുമായി ബ്രിട്ടീഷ് ഗവൺമെൻറ് ചർച്ചാമേശയിൽ ഇരിക്കേണ്ടി വന്നു. 1931 മാർച്ച് 5-ന് ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന ലോർഡ് ഇർവിനും മഹാത്മാഗാന്ധിയും ഒരു ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയുണ്ടായി. ബ്രിട്ടീഷ് സർക്കാർ ജയിലിലടച്ച രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കാൻ ധാരണയായി. തീരദേശ ജനങ്ങൾക്ക് പരിമിതമായ രീതിയിൽ ഉപ്പ് നിർമ്മിക്കാൻ അനുമതിയും നൽകി. സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു. സമരത്തിന് വന്ന വിദ്യാർത്ഥികളോട് മുഖം തിരിച്ചു നിന്ന, ലാത്തിയെടുത്ത് വീശിയ അതേ സർക്കാർ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുമായി ചർച്ച നടത്തുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഹിംസയിലധിഷ്ഠിതമായ ചെറുത്തുനിൽപ്പിൻ്റെ സമരം ഇന്നും വിജയിക്കുമെന്നാണ് വിദ്യാർത്ഥികൾ ലോകത്തിന് കാണിച്ചു കൊടുത്തത്. മാർക്ക് ട്വെയിൻ പറഞ്ഞതുപോലെ ചരിത്രം ഒരിക്കലും അതേപടി ആവർത്തിക്കില്ല, എന്നാൽ അത് അത്രയും ഉച്ചത്തിൽ പ്രതിധ്വനിക്കും. ഇതോടുകൂടി സമരത്തെ നേരിട്ട ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ വിമർശിക്കപ്പെട്ടു. ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച അഹിംസയിൽ അധിഷ്ഠിതമായ അക്രമരഹിതമായ സമരത്തിന് ഇന്നും പ്രസക്തിയുണ്ടെന്ന് ഡൽഹിയിലെ സമരം നമ്മെ പഠിപ്പിക്കുന്നു. ശാശ്വതമഹിംസയാണ് മഹാത്മാവിൻ വ്രതം, ശാന്തിയാണവിടേക്കു പരദേവത പണ്ടേ, ചൊല്ലുമാറുണ്ട് അദ്ദേഹം അഹിംസ മണിച്ചട്ട, ഏതുട വാളിൻ കൊടു വായ്ത്തലാമടക്കാത്തു. സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ചെറുത്തുനിൽപ്പിൻ്റെ പോരാട്ടം ഇക്കാലത്തും വിജയിക്കുമെന്നാണ് ഡൽഹിയിലെ സമരം നമ്മെ പഠിപ്പിക്കുന്നത്.